തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 6 പേർ മരിച്ചു എന്ന വാർത്തയാണ് അടുത്തത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വൈകുണ്ഠ ഏകാദശി ടോക്കൺ വിതരണത്തിനിടെയായിരുന്നു അപകടം. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. അപകടത്തിൽപ്പെട്ടവർക്ക് ആന്ധ്ര സർക്കാരിൻ്റെ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഇന്ന് തിരുപ്പതിയിലെത്തും. അതേസമയം സംഭവത്തിൽ തിരുമല തിരുപ്പതി ദേവസ്ഥാനം വിശദീകരണം നൽകി. ക്യൂവിലുണ്ടായിരുന്ന സ്ത്രീക്ക് ശ്വാസതടസ്സമുണ്ടായതിനെ തുടർന്ന് പുറത്തെത്തിക്കാൻ നടത്തിയ ശ്രമത്തിനിടെ തിരക്ക് ഉണ്ടാവുകയായിരുന്നു എന്നാണ് വിശദീകരണം. വിവരങ്ങളുമായി ഐസൻ ജോസും പ്രശാന്ത് ശങ്കരമംഗലത്തും ഒപ്പം ചേരുന്നു. ഐസൻ, ആദ്യം എന്താണ് സംഭവിച്ചത് എന്ന്? കൃഷ്ണരാജ്, ഈ വൈകുണ്ഠ ഏകാദശിയുമായി ബന്ധപ്പെട്ട് വലിയ തിരക്ക് തിരുപ്പതി ക്ഷേത്രത്തിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വൻതോതിലുള്ളൊരു തിരക്കാണ് അവിടെ ഉണ്ടായത്. ഒരു പ്രത്യേക ഇടനാഴിയിലൂടെ അല്ലെങ്കിൽ പ്രത്യേക പ്രവേശന കവാടത്തിലൂടെ ദർശനം നടത്തുന്നതിനുള്ള ഒരു ചടങ്ങുണ്ട് അവിടെ. അത്തരത്തിലൊരു നീക്കമുണ്ട്. അതിൻ്റെ ഭാഗമായി ആ ചെറിയ ഇടനാഴിയിലൂടെ കടക്കുന്നതിന് വേണ്ടി വലിയൊരു തിരക്ക് 4000-ഓളം ഭക്തരുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വലിയൊരു തിരക്ക് അവിടെ ഉണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സുരക്ഷാ ചുമതലയുള്ള ഒരു ഒരു DSP എന്നാണ് ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നത്. അദ്ദേഹം വളരെ കൃത്യമായി ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ അനൗദ്യോഗികമായി പറയുകയും ചെയ്തിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച പറ്റിയെന്ന് അനൗദ്യോഗികമായി മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ആ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ വലിയൊരു വീഴ്ചയുണ്ടായി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതുതന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ കാണാനും സാധിക്കുന്നത്. അതീവ ഗുരുതരാവസ്ഥയിലെത്തിയ ഒരാളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിനിടെ, അതായത് ക്യൂവിൻ്റെ ഫ്ലോയ്ക്ക് നേരെ എതിരായ ഒരു ഫ്ലോ വന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്നുണ്ടായ ഒരു തിരക്കിലും പെട്ടാണ് ഈ വലിയൊരു അപകടത്തിലേക്ക് എത്തിയത് എന്നാണ് പോലീസിൻ്റെ വിശദീകരണമെങ്കിലും അത് എത്ര കണ്ട് വസ്തുതാപരമാണ് എന്ന് കൃത്യമായി അറിയേണ്ടതുണ്ട്. എന്തുതന്നെയായാലും ഈ അപകടത്തിൽ 7ഓളം പേർ മരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. മാത്രമല്ല സ്ത്രീകളുണ്ട് എന്ന വിവരങ്ങളെല്ലാം തന്നെ ലഭ്യമാകുന്നുണ്ട്. 30ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇന്ന് ഈ അപകടത്തിൽപ്പെട്ടവരെ സന്ദർശിക്കുമെന്നും അറിയുന്നുണ്ട്. അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളെല്ലാം പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ സഹായധനം പ്രഖ്യാപിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഇതിന് പുറകെ നടക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. നമുക്കറിയാവുന്നതാണ്, ഏകാദശി ദർശനത്തിന് വേണ്ടി ടോക്കൺ എടുക്കുന്നിടത്താണ് വലിയൊരു തിക്കും തിരക്കും ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഇത്രയും തിരക്ക് വരുന്നൊരു സാഹചര്യത്തിൽ അത് മാനേജ് ചെയ്യുന്നതിനുള്ള കുറെ കൂടി കാര്യക്ഷമമായ ഒരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെന്ന വിമർശനവും ഇപ്പോൾ രൂക്ഷമായി ഉണ്ടാകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നിലവിലെ സാഹചര്യത്തിൽ ഈ മരണസംഖ്യ ഉയരാനുള്ള സാധ്യത അത്ര ഗൗരവമായി ഇല്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം നമുക്കറിയാവുന്നതാണ്, ഇന്നലെ ഏതാണ്ട് വൈകുന്നേരം ഒരു 9 മണിയൊക്കെ കൂടിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും അതീവ ഗുരുതരമായി പരിക്കേറ്റവരുടെ എല്ലാം തന്നെ ഒരു സ്റ്റേബിൾ കണ്ടീഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് മെഡിക്കൽ വിഭാഗങ്ങളെല്ലാം തന്നെ അറിയിക്കുന്നത്. മാത്രമല്ല അടിയന്തരമായി ചില രക്ഷാപ്രവർത്തനങ്ങളൊക്കെ അവിടെ തന്നെ നൽകാൻ സാധിച്ചതും മരണനിരക്ക് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഒരു ദുരന്ത പ്രതിരോധത്തിൻ്റെ ഭാഗമായി നടത്തിയ നടപടികൾ കാര്യക്ഷമമായി, വൈദ്യസഹായപരമായ നടപടികൾ കാര്യക്ഷമമായി നടന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ നിലവിൽ സാധിക്കുന്നത്. അപകടത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി അപകടത്തിൽ ചില അനാസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അക്കാര്യം വിശദമായി പരിശോധിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ബന്ധപ്പെട്ടവരെല്ലാം തന്നെ. എന്തായാലും പ്രശാന്ത് ശങ്കരമംഗലത്തോട് ചേർന്നുണ്ട്. പ്രശാന്ത്, അതീവ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ ഉണ്ടായത്. ഈ തിരുപ്പതി ക്ഷേത്രത്തിൽ ഭക്തജന തിരക്ക് കൂടുകയും അതിന് പിന്നാലെ 6 മരണം തിക്കിലും തിരക്കിലും പെട്ട് ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ക്ഷേത്ര ഭരണസമിതി തന്നെ വിശദീകരണമൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. ക്യൂവിലുണ്ടായ സ്ത്രീക്ക് ശ്വാസതടസ്സം ഉണ്ടായതാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണം. പുറത്തെത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെ തിരക്ക് വർദ്ധിച്ചു എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. സ്ഥിരമായിട്ട് ഈ തിരുപ്പതി ക്ഷേത്രദർശനം നടത്തുന്ന ഒരാളാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത്. അവിടുത്തെ ആചാര രീതികൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ക്ഷേത്രദർശനം നടത്തേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയാം. അമിതമായ തിരക്ക് എല്ലാ ദിവസവും അനുഭവപ്പെടുന്നതുമാണ്. ഇവിടെ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതിനിപ്പോൾ വിശദീകരണമൊക്കെ നൽകിയെങ്കിലും ചെറിയ രീതിയിലൊരു പാളിച്ച ഉണ്ടായെന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രജനി, പ്രഥമദൃഷ്ട്യാ പോലീസിന്റെ ഭാഗത്തു നിന്നും സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ഈ സമയങ്ങളിൽ, അതായത് ഈ വൈകുണ്ഠ ഏകാദശിയുമായി ബന്ധപ്പെട്ട സമയങ്ങളിലെല്ലാം തിരുപ്പതിയിൽ വളരെയേറെ തിരക്ക് ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം, തിരുപ്പതിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസങ്ങളിലും തിരക്കാണ്. 1 ലക്ഷത്തിലധികം ഭക്തർ വന്നിരുന്നതാണ്. വൈകുണ്ഠ ഏകാദശി എന്ന് പറയുന്നത് തിരുപ്പതി ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ഒരു പ്രത്യേക വാതിലുണ്ട്. ആ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് മാത്രമാണ് തുറക്കുന്നത്. അതിലൂടെ ദർശനം ചെയ്യുന്ന ഒരു രീതിയാണ്, സമ്പ്രദായമാണ് അവിടെ നിലനിൽക്കുന്നത്. അത് നേരിട്ടുള്ള മറ്റു ദർശനങ്ങൾക്കൊപ്പം ഇതും ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ആ ഭാഗത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മുൻകൂട്ടി ഈ ദർശനത്തിനുള്ള ടോക്കൺ ബുക്ക് ചെയ്യുന്നത്.
അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ പല സ്ഥലങ്ങളിലുള്ള ആന്ധ്രാപ്രദേശിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ഭക്തരടക്കം ഈ വൈകുണ്ഠ ഏകാദശിയുമായി ബന്ധപ്പെട്ട ടിക്കറ്റ് ബുക്ക് ചെയ്തതിനെ നേരത്തെ തന്നെ എത്താറുണ്ട്. 2 ദിവസം മുമ്പ് തന്നെ ഈ സ്ഥലത്തേക്ക് തിരുപ്പതി തന്നെ എത്തും. പല സ്ഥലങ്ങളിൽ ഈ തിരുപ്പതി നഗരത്തിലാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് തിരുപ്പതി നഗരത്തിലാണ്. നഗരത്തിൽ നിന്നും 28 കിലോമീറ്റർ അകലെയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അതായത് മലമുകളിലാണ് ഈ തിരുപ്പതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് ടൗണിനടുത്ത് തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ടോക്കൺ കൗണ്ടറുകൾ സജ്ജീകരിക്കും. നിലവിൽ മനസ്സിലാക്കുന്നത് 94 ടോക്കൺ കൗണ്ടറുകൾ ഇതുപോലെ തന്നെ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഒരിടത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഇതിൽ ഈ സുരക്ഷാ വീഴ്ച എന്ന് നമ്മൾ പറയുന്നത് ഇത്രയും ഭക്തർ കൂട്ടമായി എത്തിയപ്പോൾ അത് നിയന്ത്രിക്കാനുള്ള സംവിധാനം പോലീസിന്റെ ഭാഗത്തുണ്ടായില്ല. അതായത് 2 ദിവസമായി ഭക്തർ കൂട്ടമായി അവിടെ താമസിക്കുന്നുണ്ട്. നേരത്തെ ഐസൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ടോക്കൺ കൗണ്ടറിനുള്ളിലേക്ക് കടത്തിവിടുന്നത് ഒരു പ്രത്യേക ക്യൂ സമ്പ്രദായമുണ്ട്. അതായത് കമ്പികൾ കൊണ്ടുള്ള വേലി നിർമ്മിച്ചിട്ട് അതിലൂടെ ഒരു കഷ്ടിച്ച് 2 ആൾക്ക് മാത്രമായിരിക്കും ഒരു വേലിയിൽ കൂടി കടന്നു പോകാൻ കഴിയുന്നത്. ആ രീതിയിലാണ് ഈ ഭക്തരെ കടത്തിവിടുകയും അവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യും. അതിനിടയിലാണ് അവിടെ ആ ക്യൂവിലായിരിക്കും ഈ ഭക്തർ ഉണ്ടാകുക. ശേഷം ഇന്ന് രാവിലെയോട് കൂടിയാണ് ഈ ടോക്കൺ കൊടുത്തു തുടങ്ങുന്നത്. വൈകുണ്ഠ ഏകാദശിയുടെ ടോക്കൺ കൊടുത്തു തുടങ്ങുന്നത് ഇന്ന് രാവിലെയോട് കൂടിയാണ്. ആ ടോക്കൺ കൗണ്ടറിലേക്ക് എത്തിയ ഭക്തർ അതിൽ ഒരു സ്ത്രീക്കാണ് ദേഹാസ്വസ്ഥ്യം ഉണ്ടാകുകയും ശ്വാസതടസ്സം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. അവരെ പുറത്തെത്തിക്കുന്നതിനൊരു ശ്രമം ഈ ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെ അധികൃതർ നടത്തി. ആ സ്ത്രീയുമായി പുറത്തേക്ക് വരുമ്പോൾ അതിനൊരു പ്രത്യേക ക്യൂ ഉണ്ടായിരുന്നു. ആ ഒരു ക്യൂവിൽ തന്നെ വരിയിൽ പ്രത്യേക ഒരു കവാടം അത് തുറന്നു. ആ തുറന്ന സ്ഥലത്തേക്ക് മറ്റുള്ള ആളുകൾ ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആ മറ്റുള്ള ആളുകൾ ഇടിച്ചു കയറിയതോടുകൂടിയാണ് തിരക്ക് രൂപപ്പെടുന്നത്. ആ തിരക്ക് പിന്നീട് നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതി പോലീസിനുമായി. ഇതോടുകൂടിയാണ് അവിടേക്ക് അപകടം ഉണ്ടാവുന്ന നിലയിലേക്ക് എത്തിച്ചത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്രയും തിരക്കുണ്ടാവുമ്പോൾ പോലും പോലീസിന്റെ സംവിധാനം വളരെ കുറവായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ചുരുങ്ങിയ പോലീസ് സംവിധാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും തിരക്ക് രൂപീകരിക്കുന്ന അല്ലെങ്കിൽ രൂപപ്പെടുന്ന സാഹചര്യത്തിൽ അവരെ നിയന്ത്രിക്കത്തക്കവണ്ണമുള്ള പോലീസ് സേനയും അവിടെ ഏർപ്പെടുത്തിയില്ല എന്നതാണ് ഈ അപകടം ഇത്രയും ഉണ്ടാകാൻ കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തള്ളിക്കയറിയതാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമായതും. 6 ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. പോലീസിന്റെ ഭാഗത്ത് നിന്നും ഗുരുതര വീഴ്ചയാണ് ഉണ്ടായത്. പ്രധാനമന്ത്രി അടക്കമുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. ഇന്ന് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അവിടേക്ക് എത്തുന്നുണ്ട്. യോഗമൊക്കെ തന്നെ വിളിച്ചിട്ടുമുണ്ട്. വിശദാംശങ്ങളാണ് ഐസൻ ജോസും ഒപ്പം പ്രശാന്ത് ശങ്കരമംഗലത്തും നൽകിക്കൊണ്ടിരുന്നത്.